അപ്പോൾ ഇതാ ഭക്ഷണം കണ്ടോ, വളരെ വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു ഊണാണ്. പക്ഷേ ഇതിനകത്ത് ഉപ്പ്, പഞ്ചസാര, മൈദ, പാല്, പരിപ്പ്, കായം, വാളംപുളി ഇങ്ങനത്തെ ഒരു സാധനങ്ങളും ഇല്ല. എന്നിട്ടും ഇത്ര രുചിയോടുകൂടി ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ ഭക്ഷണ കാര്യങ്ങളിലായിരിക്കണം ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത്. ഏറ്റവും നല്ല ഭക്ഷണം അതിൻ്റെ ചിട്ടയോടുകൂടി കഴിക്കുക, അതിലൂടെ നമുക്ക് രോഗങ്ങൾ അകറ്റി നിർത്താം എന്നുള്ള പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് തുടങ്ങുന്നത്. ഇവിടെ പാത്രങ്ങളൊക്കെ ഇങ്ങനത്തെയാണ്, ഓടിൻ്റെയും സ്റ്റീലിൻ്റെയും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. വേറെ പാചകം ചെയ്യണ സാധനങ്ങളൊക്കെ ശ്രദ്ധിച്ചോ, തവിയായാലും വിളമ്പണതായാലും എല്ലാം ഒന്നുകിൽ സ്റ്റീൽ അല്ലെങ്കിൽ ഓടിൻ്റെ പാത്രങ്ങൾ. ആയമില്ലാത്ത ഭക്ഷണം കൊടുക്കാമെന്ന് മാത്രമല്ല, ഇവിടെ അതേ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. കുമ്പളങ്ങയും ചേനയും ഒക്കെ ഇരിക്കുന്നുണ്ട്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ഇത് ഹൈക്കോടതി ജംഗ്ഷൻ കോമ്പാറ. പറഞ്ഞപ്പോൾ തന്നെ കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. ഒരുപാട് നാളുകളായി എനിക്ക് ഫേസ്ബുക്കിൽ വരുന്ന ഒരു സജഷനാണ് ഈ കടയെ പറ്റിയിട്ട്. അപ്പോൾ നമ്മൾക്ക് ചില ആളുകൾക്കെന്നല്ല, ഏറ്റവും നല്ലതും അത് തന്നെയാണ്. രുചിയോടൊപ്പം തന്നെ ആരോഗ്യവും കൂടി കിട്ടുന്ന ഭക്ഷണം എന്നുള്ളത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെയൊക്കെ ഒരു പ്രധാനം തന്നെ ഭക്ഷണം തന്നെയാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഹോസ്പിറ്റലിൽ കയറാതെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട പൈസ നമുക്ക് ലാഭിക്കാം. അങ്ങനെ ഒരു സ്ഥലത്തെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. വളരെ വ്യത്യസ്തമായ രുചി തന്നെയാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ആദ്യമായിട്ട് അറിയണവരാണെങ്കിൽ തിരുവനന്തപുരത്ത് ഇത്തരം ഒരു ഷോപ്പ് പരിചയപ്പെടുത്തിയപ്പോൾ ഒരുപാട് കമൻറ്റ് വന്നു, ചേച്ചി എറണാകുളത്തും ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടോയെന്ന്. എന്തായാലും എറണാകുളത്തും അത്തരം ഒരു കടയുണ്ട്. ഞാനതിൻ്റെ സസ്പെൻസ് ഒന്നും പൊളിക്കുന്നില്ല. എന്താണ് ഏതാണെന്നൊക്കെ അകത്ത് പോയിട്ട് കാണിച്ചു തരാം. ബാ. നിങ്ങൾ ആരെങ്കിലും മലയാളം കലണ്ടർ കണ്ടിട്ടുണ്ടോ? അതെ, ഇവിടെ വന്നാൽ അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അങ്ങനെ അതൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ അല്ലാത്ത നോർമലായിട്ടുള്ള വെളിച്ചെണ്ണ, പിന്നെ അരി എല്ലാം ഇവിടെ പാക്ക്ഡ് ആയിട്ട് വാങ്ങാനും കിട്ടും. നമുക്ക് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇത് രക്തശാല അരിയാണ്. അതുകൂടാതെ അവല്, പിന്നെ മുളയരി, പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള മില്ലറ്റ്, അത്തരത്തിലുള്ളത്, മുളപ്പിച്ച് ഉണക്കിയെടുത്ത പുട്ടുപൊടി എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും. ഇത് ശർക്കരയാണ് ഈ സൈഡിൽ മൊത്തം. തവിട് കളയാത്ത ഗോതമ്പ്, നമ്മൾ സാധാരണ നമുക്ക് ഗോതമ്പ് കിട്ടണേക്കാളും കുറച്ചും കൂടി പോഷകമൊക്കെ കൂടുതലുള്ളത് ഇങ്ങനെയാണ്. മില്ലറ്റ് കഞ്ഞിക്കുള്ള മിക്സ്. എങ്ങനെ ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തന്നെ വലിയൊരു ഇത് ഇവിടെ സ്റ്റോൾ തന്നെയുണ്ട്. ഇത് കൂടാതെ ഇവർക്ക് തൊട്ടപ്പുറത്തും വേറൊരു സ്റ്റോളും കൂടി ഉണ്ട് കേട്ടോ. സൂപ്പർ മാർക്കറ്റ് പോലെ എല്ലാ സാധനങ്ങളും കൊടുക്കുന്നത്. ഞാനന്ന് ഇന്ദുപ്പാണ് ഉപയോഗിക്കണതെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു, കുറേ പേര് ചോദിച്ചു. ഇതാണ് ആ സാധനം കേട്ടോ, പിങ്ക് സോൾട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ആളുകൾ എങ്ങനെയാണ് ഇതിനെ എടുക്കുന്നത്? പണ്ടത്തേക്ക് അപേക്ഷിച്ച് ഇപ്പോൾ കുറച്ചും കൂടി കോൺഷ്യസ് അല്ലേ ഹെൽത്തിനെ പറ്റി? വളരെ മാറ്റം വന്നിട്ടുണ്ട്. പുതിയ തലമുറയിൽപ്പെട്ടവരുടെ നല്ലൊരു വിഭാഗം കുട്ടികൾ വരുന്നുണ്ട് ഇവിടെ. അവർ നന്നായി ചർച്ച ചെയ്യുന്നുണ്ട് ഈ കാര്യം. അതാണ് ഏറ്റവും ഇതിനകത്ത് താല്പര്യം ഉണർത്തുന്ന ഒരു കാര്യം. ഒരു കാലത്ത് ഇതിനെ അപഹസിച്ച് അല്ലെങ്കിൽ അറിയില്ലാത്തൊരു കാരണമുണ്ട്. അപ്പോൾ അന്നേരം പുതുതായിട്ട് കാണുന്നതിനെ ഒരെണ്ണം സ്വീകരിക്കാനായിട്ട് മടി എപ്പോഴും ജനങ്ങൾക്കുണ്ടാകുമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായി ധാരാളം പരിഹാസങ്ങൾ, പുല്ല് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വളരെ നല്ല പ്രതികരണമാണ് ഇപ്പോൾ ഉള്ളത്. പുതിയ ആൾക്കാർ വരുന്നു, ഇവിടെ വന്ന് കഴിച്ച് ഇത് ശീലിച്ചവർ പുതിയവരെ കൂട്ടിക്കൊണ്ടുവരുന്നു. അപ്പോൾ അതാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. നമുക്കപ്പോൾ ഇത് പ്രോഡക്റ്റുകൾ വാങ്ങാനും ഇവിടെ കിട്ടും അല്ലേ? അത്യാവശ്യം പ്രോഡക്റ്റുകളെല്ലാം അത് എവിടെ എത്തിച്ചു കൊടുക്കും? അതെയോ ഇവിടെ വന്ന് തന്നെ? നമുക്ക് ഡെലിവറി നേരിട്ട് ഞങ്ങൾ ചെയ്യുന്നില്ല ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഇവിടെ വന്നാണ് ആൾക്കാർ കൊണ്ടുപോകുന്നത്. ഞായറാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളും രാവിലെ 8 മണിക്ക് തുടങ്ങി രാത്രി 9:30 വരെ ഉള്ള പ്രഭാതം, ഉച്ചഭക്ഷണം, രാത്രി ഭക്ഷണം, സായാഹ്ന സമയങ്ങളിലുള്ള ഭക്ഷണങ്ങൾ, അങ്ങനെ 4 നേരത്തേക്കുള്ള ഭക്ഷണങ്ങളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. പാലും മൈദയും പഞ്ചസാരയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അതിൻ്റെ ഒരു പട്ടിക തന്നെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ട വസ്തുക്കൾ ഏതൊക്കെയാണ്, വിരുദ്ധ ഭക്ഷണങ്ങൾ വരുന്നവ എങ്ങനെയാണ്, ഭക്ഷണങ്ങളുടെ ഇടവേളകൾ എങ്ങനെയായിരിക്കണം, ഭക്ഷണം കഴിക്കേണ്ടത് എപ്രകാരമാണ് തുടങ്ങിയവയെല്ലാം ഈ സമയത്തിനുള്ളിൽ നമ്മൾ ജനങ്ങളുമായി സംവദിക്കുന്നുണ്ട്. 27 വർഷമായിട്ട് എറണാകുളത്ത് തുറന്നു പോന്നിരുന്ന ഈ ശുദ്ധഭക്ഷണത്തിൻ്റെ അതിൻ്റെ ഭാഗമാണ് ഞങ്ങൾ, അതിൻ്റെ തുടർച്ചയാണ്. ഇവിടെ ഇപ്പോൾ തുടങ്ങിയിട്ട് 4 വർഷം കഴിയുന്നു. എറണാകുളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് 9 സ്ഥലങ്ങളിലായിട്ട് ആണ് ഈ കഴിഞ്ഞ 27 വർഷമായിട്ടുണ്ട്. അതുകൂടാതെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഇതേപോലെ തന്നെ പ്രകൃതി ഭക്ഷണം എന്നുള്ള പേരിൽ അല്ലെങ്കിൽ ശുദ്ധഭക്ഷണം, നല്ല ഭക്ഷണം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള നിരവധി ഭക്ഷണശാലകളുണ്ട്. ഞങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് പോകുന്നതിൽ
അഭിമാനമുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ തവിട് കളയാത്ത അരിയാണ്. ഇതിൻ്റെയൊക്കെ ഒരു ഇത് എന്നാന്ന് വെച്ചാൽ ഈ തവിട് ഭയങ്കര നല്ലതാണ് നമുക്ക്. അത് കൂടാതെ ഇതൊന്നും ഒരുപാട് കഴിക്കൂല. പലരുടെയും പ്രശ്നമാണ് നമുക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയില്ലേ, ചോറ് ഇങ്ങനെ ഒരുപാട് കഴിക്കും എന്നൊക്കെ പറയുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിപ്പോ കായോ വാളംപുളി ഒന്നും ചേരാത്ത സാമ്പാർ എന്ന് വെച്ചാൽ ഈ സാമ്പാറിന് രുചിയില്ല എന്നുമല്ല ഇതിൻ്റെ അർത്ഥം. ഞാൻ ഓൾറെഡി കഴിച്ചിട്ടുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്. ഒരുപാട് ആളുകൾ പല പല പ്രായത്തിലുള്ളവർ, നമ്മൾ ചില കടയിൽ പോയി കഴിഞ്ഞാൽ കാണുന്നവരല്ല, ഇവിടെ എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾ ഈ ഭക്ഷണം തേടി ഇവിടെ വരുന്നുണ്ട്, സ്ഥിരമായി ഇതിന് വേണ്ടി വരുന്നവർ. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഊണിന് 100 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ അരി ആവുമ്പോൾ നമുക്കൊന്ന് കണ്ടമാനം ചോറ് കഴിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഒരു കപ്പ് ആ ഒരു കണക്കിനാണ്, അത്രയും മതി ഒരാൾക്ക്. പിന്നെ ഇത്രയും കറികളും കൂടി ചേരുമ്പോൾ അത് മതി. അപ്പോൾ ഓവറായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനും നമുക്ക് തോന്നില്ല, വയറ് നിറയുകയും ചെയ്യും. എന്നാൽ വളരെ ഉപകാരപ്രദം, ശരീരത്തിന് വേണ്ട സാധനങ്ങളാണ് ശരീരത്തിലോട്ട് ചെല്ലുന്നത്. ഈ കടയെ പറ്റി എനിക്ക് ആദ്യം ഒരുപാട് പറഞ്ഞു തരുന്നത് സുധിലക്ഷ്മിയാണ് കേട്ടോ. സുധിലക്ഷ്മി ഫേസ്ബുക്കിൽ 3-4 വട്ടം എൻ്റെ അടുത്ത് പറഞ്ഞു. അവസാനം എന്നോട് വഴക്ക് കൂടുന്ന പോലെ പറഞ്ഞു, ചേച്ചി പോയില്ലല്ലോ ഞാൻ പറഞ്ഞിട്ട്, അങ്ങനെ വരെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എറണാകുളം പോയാൽ ഉറപ്പായിട്ട് ഞാനത് എടുത്തിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ പ്രകൃതി കടയുടെ പേരങ്ങനെയാണ്. ഇത് ഗൂഗിളിൽ നിങ്ങൾ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിലുണ്ട്. അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ നിലനിൽക്കുന്ന ഒരു സ്ഥാപനമല്ലേ, അതുകൊണ്ട് ആർക്കും അറിയാണ്ടൊന്നുമില്ല, എല്ലാവർക്കും അറിയണതാണ്. ഇതുപോലെ ഇങ്ങനൊരു സാലഡ് ഉണ്ട് ഇതിനകത്ത്, പിന്നെ അവിയലുണ്ട്. അതും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചേനയും ഇതൊക്കെ വിഷരഹിതമായിട്ടുള്ള സാധനങ്ങളാണ്, ഏത്തക്കായ ആയാലും ഒക്കെ. പിന്നെ അതേ കാളനുണ്ട്. കാളനാണെങ്കിൽ ഭയങ്കര സ്വാദാട്ടോ. ഞാനിത് ഇവിടെ ചോറ് കൊണ്ടുവച്ചത് മുതൽ കാളനാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. അതാ ചേന ഇട്ടിട്ടാണ് വെച്ചിട്ടുള്ളത്. എനിക്ക് അതൊരു പ്രത്യേക ഇഷ്ടമാണ്, ചേന ഇട്ടിട്ടുള്ള കാളൻ. കുറുക്ക് കാളൻ എന്ന് പറയും. ഒഴിക്കാൻ വേണ്ടി കാണില്ല, അവിയൽ പരുവത്തിന്. അതൊന്നും ചില നാട്ടിലേക്ക് ഇല്ല ഈ ഒരു സംഭവം. ഞാൻ എറണാകുളം ജില്ലയിലാണ് കണ്ടിട്ടുള്ളത്, കോട്ടയത്തും ഉണ്ടെന്ന് തോന്നുന്നു. വേറെ ഒരിടത്ത് പോകുമ്പോൾ കുറുക്ക് കാളൻ അങ്ങനെ കണ്ടിട്ടില്ല. ആ ചേന ഇട്ടിട്ടാണ് അത് വെക്കുക. അപ്പോൾ അത് ഭയങ്കര സ്വാദം, അടിപൊളിയാണ്. പിന്നെ നെല്ലിക്കൊണ്ടുള്ള ഒരു അച്ചാർ അതുണ്ട്. ഇവിടെ പുളിക്ക് പകരം എല്ലാത്തിലും മാങ്ങ അല്ലെങ്കിൽ തക്കാളി ആ ഒരു ഇത് ഉപയോഗിക്കും, വാളംപൊടി ഉപയോഗിക്കില്ല. പിന്നെ തേങ്ങ, ഇവിടെ വേറൊരു സാധനം ഉണ്ട്, അത് കാണിച്ചു തരാമേ. അതായത് സാലഡ്. അപ്പോൾ ഉച്ചയ്ക്ക് ഇപ്പോൾ ലഞ്ച് വേണ്ട, നമുക്ക് 4 ഐറ്റംസ് ഒന്നും വേണ്ട, ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കണം, അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് 70 രൂപയ്ക്ക് ഇതുപോലെ ഒരു പ്ലേറ്റ് നിറച്ച് സാലഡ് കിട്ടും. അതിനകത്തായാലും പഞ്ചസാരയൊന്നും ചേർത്തില്ല, ശർക്കരയും തേങ്ങയും അല്ലെങ്കിൽ ചിലപ്പോൾ തേനും അങ്ങനെ ഒഴിച്ചിട്ടാണ് തരാം. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണമാണ്. പലപ്പോഴും ചിലവർ ചോദിക്കും ഇത് ഭയങ്കര പൈസയല്ലേ, അങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ 100 രൂപയാണ് ഈ ഊണിന്. ഇതങ്ങനെ ഭയങ്കര പൈസയൊന്നുമല്ല. അപ്പോൾ അവിടെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, നമ്മൾ ഈ ഭക്ഷണത്തിന് കൊടുക്കുന്ന പൈസ കൂടിപ്പോയാൽ നമുക്ക് അവിടെ ലാഭം ഉണ്ടാവുക ഹോസ്പിറ്റലിൽ പോകണ്ടെന്നുള്ളതാണ്. ഇതുപോലത്തെയൊക്കെ ഭക്ഷണമാണ് നമ്മൾ ദിവസവും കഴിക്കുക. അപ്പം നമ്മുടെ വീട്ടിൽ വേണമെങ്കിലും ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. കുറച്ച് ഈ അരിക്ക് സാധാരണ അരിയേക്കാളും കുറച്ചുകൂടി വില കൂടുതലുണ്ട്. ഇത്തരം പച്ചക്കറികൾ അന്വേഷിച്ച് പോകുമ്പോൾ ചിലപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആവണമെന്നില്ല. പക്ഷെ അതൊക്കെ സംഘടിപ്പിച്ച് കഴിക്കാമെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്ന ഗുണം, നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ പേരിൽ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പൈസയാണ് നമുക്ക് അവിടെ ഉണ്ടാകുന്ന ലാഭം. പൈസ മാത്രമല്ല, ഇന്ന് ഹോസ്പിറ്റലിൽ കയറുമ്പോൾ എത്ര സമയം, എത്ര മനുഷ്യരുടെ മെനക്കേടും, എന്തൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത് മരുന്നായിട്ടൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊക്കെ മരുന്നുകളൊക്കെ അലർജിയാണ്, ഹോസ്പിറ്റലിൽ കയറാൻ പറ്റാത്ത അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് വിവിധ ശൈലിക്കകത്ത്, ഭക്ഷണ രീതിക്കകത്ത് വലിയൊരു മാറ്റം കൊണ്ടുവന്നാൽ അസുഖങ്ങളില്ലാത്ത ഒരു ജീവിതം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, 100% ഉറപ്പാണ്. ഇതാട്ടോ ഞാൻ പറഞ്ഞ ഫ്രൂട്ട് സലാഡ് പറഞ്ഞില്ലേ, 70 രൂപ അല്ലേ. ഇതിനകത്ത് പപ്പായയും തണ്ണിമത്തനും തേങ്ങയും പിന്നെ ആപ്പിളും എല്ലാം ഉണ്ട്. കപ്പങ്ങയോ മറ്റേ ഇവിടെ ഇതിട്ടിരിക്കുന്നത് ശർക്കരയാണ്, ശർക്കരയും തേങ്ങയും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മാതള നാരങ്ങയൊക്കെ ഉണ്ട്. കുറച്ച് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സും, മധുരത്തിന് ഇച്ചിരി മധുരം, പഴത്തിൻ്റെ മധുരം പോരാ, ഇച്ചിരി മധുരവും കൂടെ വേണമെങ്കിൽ ശർക്കര, തേങ്ങ, പേരയ്ക്കൊക്കെ ഉണ്ട്, എല്ലാ ഫ്രൂട്ടുകളും ഉണ്ട്. ശരിക്കും ഇത് മതി. ചോറ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഇതോടെ മേടിച്ച് കഴിച്ചാൽ മതി. അപ്പോൾ നമ്മളിത് ശർക്കര ഉണ്ട്, എന്നാലും കുറച്ച് തേനും കൂടെ വയ്ക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ഇവിടെ ചോറിൻ്റെ കൂടെ തരുന്ന വെള്ളം. അതായത് നമുക്ക് വേറെ വെള്ളമൊന്നും തരില്ല, വേറെ വെള്ളം ആവശ്യമില്ല എന്നാണ് ഈ ഇത്തരം ഭക്ഷണത്തിൻ്റെ കൂടെ. അങ്ങനെ എരിവോ ഭയങ്കര ഓവർ സ്പൈസി ഒന്നും അല്ലല്ലോ.
അപ്പോൾ ഇതാണെങ്കിലും ഇവിടെ ഇന്നിപ്പോൾ കറികൾക്ക് വെച്ച പച്ചക്കറികളുടെയൊക്കെ വേവിച്ചെടുത്ത ആ സത്താണ് ഇത്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് നാരങ്ങ നീരും പിഴിഞ്ഞിട്ട് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് തരുന്നതാണ് സൂപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് മാത്രമാണ് ഊണിൻ്റെ കൂടെ കൊടുക്കുന്നത്. ഞാൻ ആരും ഇവിടെ വെള്ളം കുടിക്കുന്നത് കണ്ടില്ല. ഞാനും ഇവിടെ ഒരു ബോട്ടിൽ വെള്ളം, ഞാൻ എപ്പോഴും വെള്ളം കൂടെ കരുതുന്ന ആളാണ്, വെച്ചിട്ടുണ്ട്. പക്ഷേ ആഹാരം കഴിക്കുന്നതിന് മുന്നോ ആഹാരം കഴിച്ച് കഴിഞ്ഞിട്ടോ ഇങ്ങനെ വേറൊരു വെള്ളം എക്സ്ട്രാ കുടിക്കണം എന്നൊരു ഫീല് നമുക്കില്ല. കാരണം ഈ ഇത്രയും വാട്ടർ കണ്ടൻറ്റുള്ള പച്ചക്കറികളും പഴങ്ങളും ആ കറികളെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നതുകൊണ്ട് മറ്റ് വെള്ളം നമ്മൾ കുടിക്കേണ്ടി വരില്ല, കുടിക്കരുത് എന്നാണ് ശരിക്കും പറയുന്നത് ഭക്ഷണത്തോടൊപ്പം. കറികളൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും തരും കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട്. അവിയലൊക്കെ അങ്ങനെ പിന്നെ മേടിച്ചതാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ രോഗങ്ങളെയൊക്കെ പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ട് നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു ശീലത്തിലേക്ക് നമുക്ക് മടങ്ങി വരാൻ പറ്റും. ഇതൊക്കെ വീട്ടിലും ചെയ്യാം. ഇവിടെ തന്നെ വന്ന് ഡെയിലി ഹോട്ടലിൽ നിന്ന് കഴിക്കണമെന്നൊന്നുമില്ല. പ്രോഡക്റ്റുകളൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും. നിലവിൽ ഓൺലൈൻ സംവിധാനങ്ങളില്ല, ഇവിടെ വന്ന് തന്നെ വാങ്ങേണ്ടി വരും. അപ്പോൾ ലൊക്കേഷൻ ഒന്നും അറിയാനില്ല. ഹൈക്കോടതി ജംഗ്ഷനിലാണ്, കോമ്പാറ എന്നാണ് പറയുക. ഇവിടെ എന്താണ് നേച്ചർ ഹെൽത്ത് ഫുഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ ലൊക്കേഷൻ സെർച്ച് ചെയ്താൽ മതി. പ്രകൃതി എന്ന് പറഞ്ഞാലും ഇതിൻ്റെ ലൊക്കേഷൻ കിട്ടും. പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും വരാം.